ഹലോ വെൽക്കം ടു എമിസ് ഫാം. സെവൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ 5th യൂണിറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെയുള്ള എല്ലാ പോർഷൻസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു യൂണിറ്റ് നോക്കാം. ഈ ഒരു യൂണിറ്റിൻ്റെ നെയിം എംബ്രൈസിങ് എംപതി എന്നാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്തായിരുന്നു? സഹാനുഭൂതി എന്നതാണ് ഈ ഒരു എംപതി എന്നുള്ള വേർഡിൻ്റെ മീനിങ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ അവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഐ ഡു നോട്ട് ആസ്ക് ദ വൂണ്ടഡ് പേഴ്സൺ ഹൗ ഹീ ഫീൽസ്, ഐ മൈസെൽഫ് ബിക്കം ദ വൂണ്ടഡ് പേഴ്സൺ. ഞാൻ ഒരു മുറിവേറ്റ ആളോട് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിക്കാറില്ല. പകരം ഞാൻ അദ്ദേഹമായിട്ട് അല്ലെങ്കിൽ ആ ഒരു മുറിവേറ്റ ആളായി മാറുകയാണ് ചെയ്യുക. ഒരാളുടെ വേദന നമ്മുടെ വേദനയായിട്ട് ഏറ്റെടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ ഒരാളുടെ വേദന എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നതിലപ്പുറം നമ്മൾ ആ വേദനയുള്ള വ്യക്തിയായിട്ട് മാറുകയെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് താഴെ അവിടെ ഒരു വുമൺ കുറേ പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് കാണുന്നുണ്ട്. വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? വാട്ട് ഈസ് ദ വുമൺ ഡൂയിങ്? എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുക. അത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ഈക്വൽ ആയിട്ടാണ് കൊടുക്കുന്നത്. അവരുടെ സന്തോഷത്തിനായിട്ടായിരിക്കാം അത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഈ യൂണിറ്റിലെ ദ യെല്ലോ അംബർല. ഹാവ് യു എവർ റിസീവ്ഡ് എ ഗിഫ്റ്റ്? ഡിഡ് യു റിമൈൻഡ് യു ഓഫ് എ സ്പെഷ്യൽ ഇവൻറ്റ് ഇൻ യുവർ ലൈഫ് ഓഫ് സംവൺ യു ഹാവ്? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരിക്കലും ഇതുപോലെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? അതോ ഡിഡ് ഇറ്റ് റിമൈൻഡ് യു ഓഫ് എ സ്പെഷ്യൽ ഇവൻറ്റ്? അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് കിട്ടിയ സമയത്ത് ആ ഒരു മൊമെൻറ്റിനെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ആ ഒരു ഇവൻറ്റ് എന്നായിരുന്നു, എപ്പോഴായിരുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ ആര് തന്നതായിരുന്നു എന്നുള്ള ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. വി ഓൾ ഹാവ് മെമ്മറീസ്. സം ഓഫ് ദം ആർ പ്ലസൻറ്റ്. പ്ലസൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷകരമായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഓർമ്മകളുണ്ട്. ചിലത് സന്തോഷമുള്ളതാവും. സം ഓഫ് ദം ആർ പെയിൻഫുൾ. ചിലത് വേദനകളുള്ള ഓർമ്മകളാവും. വി സംടൈം കം അപ്പോൺ ബാഡ് ടൈംസ്. പൊട്ട സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. മെമ്മറീസ് ഓഫൺ മേക്ക് ദം മോർ പെയിൻഫുൾ. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകൾ നമ്മൾ കൂടുതൽ വേദനിപ്പിക്കാറാണ് പതിവ്. ഒക്കേഷണലി എ മെമ്മറി അവൈക്കൺസ് ഇൻ ആസ് ദ ഡിസയർ ടു പോസസ് സംതിങ്. ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുക. ചില മെമ്മറീസ് എന്താണ്? നമുക്ക് ചില സാധനങ്ങൾ അല്ലെങ്കിൽ ചില വസ്തുക്കൾ, ചില ആൾക്കാരെ സ്വന്തമാക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആഗ്രഹിക്കാറ്. അങ്ങനെ ഉണ്ടാവും ചില ഓർമ്മകൾ. ദ ഡിസയർ ഓഫൺ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഇൻട്രിൻസിക് വാല്യൂ ഓർ പ്രൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ വിലയോ അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞ് പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു വില അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു തോട്ടൊന്നും അതിൻ്റെ പിന്നിൽ ഉണ്ടാവില്ല. ചിലത് നേടണം എന്ന് വിചാരിക്കുമ്പോൾ ചില സാധനങ്ങൾ നമുക്ക് നേടണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ പിന്നിൽ അതിൻ്റെ വില ചിലപ്പോൾ ഒരു കാരണമാവില്ല, അല്ലെങ്കിൽ അത് ആരുടെയാണെന്നുള്ളത് നമുക്കൊരു ഇതാവില്ല. നമുക്കത് വേണം എന്നുള്ള ഒരു ഡിസയറാണ് വരിക, ആഗ്രഹമാണ് വരിക. ഇറ്റ് ബിക്കംസ് വാല്യുബിൾ ടു അസ് ത്രൂ ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് അവർ മെമ്മറി. നമ്മുടെ ഓർമ്മകളായിട്ട് ആ വസ്തുവിനോ ആ ആൾക്കാർക്കോ ബന്ധമുള്ളത് കൊണ്ടാണ് നമുക്കത് വേണമെന്ന് തോന്നാറ്. അപ്പോൾ അതിൻ്റെ വിലയൊന്നും നമ്മൾ നോക്കില്ല. യെല്ലോ അംബർല മേ ലുക്ക് എ വെരി ട്രൈവിയൽ. ട്രൈവിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നിസാരമായിട്ട് തോന്നും. ഒരു മഞ്ഞ അംബർല അതൊരു നിസാരമായിട്ടുള്ളൊരു സാധനമാണല്ലോ. ഒബ്ജക്റ്റ് ടു യു നമുക്കെന്താ? അതൊരു നിസാരമായിട്ടുള്ള ഒരു അംബർലല്ലേ. ദറ്റ് ഈസ് നോട്ട് എനിത്തിങ് ദാറ്റ് യു ബാഡ്ലി വിഷ് ടു ഓൺ. ദറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ പെർട്ടിക്കുലർ അട്രാക്ഷൻ ടു യു. നമുക്കത് വേണം എന്നുള്ള ആഗ്രഹം ചിലപ്പോൾ തോന്നില്ല. കാരണം നമുക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പെർട്ടിക്കുലർ അട്രാക്ഷൻ, അതിനോട് നമുക്കൊരു അട്രാക്ഷനും ഉണ്ടാകില്ല. യുവർ പാരൻസ് ഹാവ് ബോട്ട് യു സെവറൽ അംബർലാസ് സിൻസ് യുവർ ഫസ്റ്റ് ഇയർ അറ്റ് സ്കൂൾ. സം ഓഫ് ദം ക്വൈറ്റ് കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ്. നിങ്ങളുടെ പാരൻസും ഇതുപോലെ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ അല്ലെങ്കിൽ ഫസ്റ്റ് സ്കൂളിൽ പോകുന്ന സമയങ്ങളിലൊക്കെ കളർഫുള്ളായിട്ടുള്ള അംബർലകൾ മേടിച്ച് തന്നിട്ടുണ്ടായിരിക്കാം. ദർ ഹാസ് ബീൻ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് എ യെല്ലോ അംബർല ഇൻ യുവർ ലൈഫ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഞ്ഞ അംബർലയ്ക്ക്, ഒരു കുടയ്ക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല. ബട്ട് ഫോർ ജോസഫ്, എ യങ് ബോയ് ഫ്രം പാംസ് ഇൻ ബ്രസീൽ, എ യെല്ലോ അംബർല വാസ് സംതിങ് സ്പെഷ്യൽ. എന്നാൽ ആ ഒരു ജോസഫ് എന്ന് പറഞ്ഞ കുട്ടിക്ക് ഈ ഒരു മഞ്ഞ കളറിലുള്ള കുട എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിരുന്നു, പ്രത്യേകതയുള്ളതായിരുന്നു. We learn about Joseph from two Brazilian filmmakers, Helena Hilario and Mario Peace. The story begins with Hilario getting a phone call from her sister. Her sister had been on a visit to an orphanage in Palms with Christmas gift for the children. അപ്പോൾ ഹിലാരിയോയ്ക്ക് ഫസ്റ്റ് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഇതൊരു ഫിലിം എന്നാണ് അവർക്ക് മനസ്സിലായത് കേട്ടോ, എന്താ ഈ കുട്ടിയെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു ഫിലിം വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിലാരിയോടെ സിസ്റ്ററിൻ്റെ അവിടെ നിന്ന് ഒരു കോൾ വന്നു. എന്താണ്? ഒരു ഓർഫനേജിൽ ഗിഫ്റ്റുകൾ ക്രിസ്മസ് സമയത്ത് കൊണ്ടു കൊടുത്തപ്പോൾ ദ ചിൽഡ്രൻസ് അറ്റ് ദ ഓർഫനേജ് വേർ ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷിക്കുക. ഗിഫ്റ്റ് കിട്ടുമ്പോൾ എല്ലാവരും സന്തോഷിക്കും. പ്രത്യേകിച്ച് ഓർഫനേജിലുള്ള കുട്ടികളാവുമ്പോൾ എന്താ, അവർക്ക് ആർക്കും കൊടുക്കാനും സ്ഥിരമായിട്ട് അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ടൈമിൽ കിട്ടുന്ന ഗിഫ്റ്റ് എപ്പോഴും അവർക്ക് പ്രഷ്യസ് ആയിരിക്കും. സോ
ദ ടോയ്സ് ദ വർ ഗിവൺ. അപ്പോൾ അവർ ഭയങ്കര ഡിലൈറ്റഡ് ആണെന്ന് പറഞ്ഞു, സന്തോഷമാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഓരോ ടോയ്സ് കളിപ്പാട്ടത്തിലും. ബട്ട് ഷീ നോട്ടീസ്ഡ് എ ബോയ് വിത്ത് എ മോൺഫുൾ ഫേസ് ഹു ഷോഡ് നോ ഇൻട്രസ്റ്റ് ഇൻ ദ ബോയ്. മോൺഫുൾ എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്ന ഫേസ് ആയിട്ട് അപ്പോഴും അതിലൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഹിലാരിയസിൻ്റെ സിസ്റ്റർ ഓർഫനേജിലേക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഹിലാരിയസിനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്ടായത്, ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുത്തു, ഒരു കുട്ടി മാത്രം ഭയങ്കര വിഷമത്തിലിരിക്കുന്നുണ്ട്. ഷീ വെൻ്റ് അപ്പ് ടു ഹിം ആൻഡ് ആസ്ക്ഡ് വാട്ട് ഹി വുഡ് ലൈക്ക് ടു ഹാവ് ആസ് എ ഗിഫ്റ്റ്. അപ്പോൾ അവൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഈ ഗിഫ്റ്റുകളൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാവും എന്ന് വെച്ചിട്ട് ചോദിച്ചു, നിനക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചു. എ യെല്ലോ എംബർല ഹി സെഡ്, ഹിസ് ഫേസ് സ്റ്റിൽ ഡൗൺ കാസ്റ്റ്. ഡൗൺ കാസ്റ്റ് എന്ന് വെച്ചാലും ദുഃഖിതനാവുക എന്നർത്ഥം, താഴോട്ട് നോക്കിയെന്ന് വിഷമിച്ച് നിൽക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊരു മഞ്ഞ കുട മതി എന്ന് പറഞ്ഞു. ഹിലാരിയോ സിസ്റ്റർ വാസ് പസിൽഡ് ബട്ട് സോൺ ഷീ ഹാഡ് ദ ഹോൾ സ്റ്റോറി ഫോർ ഹിം. അപ്പോൾ പെട്ടെന്ന് പസിൽഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താണ് മനസ്സിലായില്ല, ഒരു പസിൽ എങ്ങനെയാണ് നമുക്ക് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചോദ്യങ്ങൾക്കുള്ള ആൻസർ പോലും ആ പസിലിൽ നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അവൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ പിന്നീട് അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആ ഒരു സ്റ്റോറി മൊത്തം കേട്ടു. ഇറ്റ് വാസ് നോട്ട് വെരി ലോങ് എഗോ. അത് അധികം നാളൊന്നും ആയിട്ടില്ല. ദ ബോയ് വാസ് എമംഗ് എ ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജി ഹു ഹാഡ് അറൈവ്ഡ് ഇൻ ദ കൺട്രി ഇൻ എൻ ഓപ്പൺ ബോട്ട്. ഒരു ഓപ്പൺ ബോട്ടിൽ അവിടുത്തെ റെഫ്യൂജി എന്ന് പറഞ്ഞ അഭയാർത്ഥികളുടെ ഒപ്പം അവിടേക്ക് വന്നൊരു കുട്ടിയാണ് നമ്മുടെ ഈ ഒരു പയ്യൻ ജോസഫ്. ദർ വർ മെനി ലൈക്ക് ഹിം ഓൾ ഓവർ ദ വേൾഡ്. ഈ ലോകത്ത് പല സ്ഥലത്തുനിന്നും ഇവനെ പോലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. വേൾഡ് റണ്ണിങ് അവേ ഫോർ ഫിയർ ഫ്രം ദെയർ കൺട്രീസ് ഓർ ത്രോൺ ഔട്ട് ആസ് അൺവാണ്ടഡ് പീപ്പിൾ. ചില സ്ഥലത്തു നിന്ന് ഇപ്പം നമുക്ക് എന്തെങ്കിലും യുദ്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദാരിദ്ര്യം മൂലമൊക്കെ ഓരോ രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുന്ന കുട്ടികളുണ്ടായിരിക്കും. അതിലൊരാൾ തന്നെയായിരിക്കും അവൻ. ഇറ്റ് വാസ് എ റെയിനി ഡേ. അതൊരു മഴക്കാലമായിരുന്നു. ഹിസ് ഫാദർ ഓപ്പൺഡ് എ ബിഗ് യെല്ലോ അംബ്രല്ല ദറ്റ് പ്രൊട്ടക്റ്റഡ് ദം ഫ്രം ദ റെയിൻ ആസ് ദേ വാക്ക്ഡ്. അപ്പോൾ അവൻ പറയാണ് കേട്ടോ, എങ്ങനെയാണ് ഈ മഞ്ഞ കുട വേണമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പ്രാധാന്യം പറയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ വന്നൊരു കുട്ടിയാണ്. ഒരു ദിവസം ഒരു മഴയുള്ള ദിവസം അവൻ്റെ അച്ഛനും അവനും കൂടിയിട്ട് ഒരു മഞ്ഞ കുടയിലാണ് വന്നത്. അപ്പോൾ അവരെ രണ്ടാളും മഴയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് രക്ഷിച്ചത് ഈ ഒരു കുടയായിരുന്നു. ദേ വർ ഗോയിങ് ടു എൻ ഓർഫനേജ്. അവർ രണ്ടാളും കൂടി ഒരു ഓർഫനേജിലേക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. ഹിസ് ഫാദർ ലെഫ്റ്റ് ഹിം അറ്റ് ദ ഓർഫനേജ്. ഓർഫനേജിൽ വെച്ചിട്ട് അച്ഛൻ അവൻ അവിടെ ഉപേക്ഷിച്ചു. ദറ്റ് വാസ് ദ ഓൺലി വേ ഔട്ട് ഫോർ ഹിം. അത് മാത്രമേ അദ്ദേഹത്തിന് മുന്നിൽ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. ഹി ഹാഡ് ബീൻ ഔട്ട് ഓഫ് വർക്ക് ഫോർ എ ലോങ് ടൈം. ദ ഓൺലി ഹോപ്പ് ഓഫ് സർവൈവൽ ഫോർ ഹിസ് സൺ വാസ് ടു ഗ്രോ അപ്പ് ഇൻ ദ ഓർഫനേജ്. കുറേ നാളായിട്ട് അദ്ദേഹത്തിന് ജോലിയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആകെ കൂടി സർവൈവൽ എന്ന് പറഞ്ഞാൽ അതിജീവിക്കാൻ, ഈ ഒരു സ്ഥിതി അതിജീവിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടൊരു മാർഗം മോനെ ഓർഫനേജിലാക്കുക എന്നുള്ളതായിരുന്നു. ദ ബോയ് വാച്ച്ഡ് ആസ് ഹിസ് ഫാദർ വാക്ക്ഡ് അവേ, റെയിൻ ഡ്രോപ്സ് ബൗൺസിങ് ഓഫ് ദ യെല്ലോ അംബർല. അങ്ങനെ ആ ഓർഫനേജിലാക്കിയിട്ട് ആ കുട്ടീനെ അവിടെ ആക്കിയിട്ട് അച്ഛൻ നടന്നു പോകുമ്പോൾ ആ കുട്ടി കണ്ട കാഴ്ച എന്താണ്, ആ മഞ്ഞ കുടയും പിടിച്ച് അച്ഛൻ നടന്നു പോകുന്നതാണ്. ഓരോ മഴത്തുള്ളികളും ബൗൺസിങ് എന്ന് പറയുമ്പോൾ ആ ഒരു കുടയമ തട്ടി ഇങ്ങനെ തെറിച്ച് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുതിക്കുക എന്നാണ് ബൗൺസിങ്ങിന് പറയും. ബോൾ ബൗൺസിങ് എന്ന് വെച്ചാൽ തട്ടി ഇങ്ങനെ ബോൾ പോവില്ലേ, അതിനെ പറയുന്നതാണ്. ഇവിടെ റെയിൻ ഡ്രോപ്സ് ആണെന്ന് മാത്രം. അപ്പോൾ അതാണ് അവൻ അവസാനം കണ്ട കാഴ്ച, ഒരു മഞ്ഞ അംബർലയായിട്ട് അച്ഛൻ തിരിച്ചു പോകുന്നത്. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം ഹി സോ ഹിസ് ഫാദർ. അവസാനമായി അച്ഛനെ കണ്ട ദിവസം അതായിരുന്നു. ദ യെല്ലോ അംബർല ഹാഡ് ബിക്കം ഇറ്റ്ച്ച്ഡ് ഇൻ ഹിസ് മെമ്മറി. ഇറ്റ്ച്ച്ഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിൽ അഗാധമായി പതിപ്പിക്കുന്ന ആ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ഇറ്റ് വാസ് ആസ് ഇഫ് ദ യെല്ലോ അംബർല വുഡ് യുണൈറ്റ് ഹിം വിത്ത് ഹിസ് ഫാമിലി സംഡേ. അപ്പോൾ ആ ഒരു യെല്ലോ അംബർല എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും ഒരിക്കൽ എൻ്റെ ഫാമിലിയായിട്ട് ഒന്നിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ആശ്വാസമായിരിക്കാം ആ കുട്ടിക്കുള്ളത്, അല്ലെങ്കിൽ ഒരു ഹോപ്പായിരിക്കാം. ഹിലാരിയോ വാസ് എംപ്രസ്ഡ് ബൈ ദ ബോയ്സ് സ്റ്റോറി. ഷീ തോട്ട് ഓഫ് ടേണിംഗ് ദ ബോയ്സ് പെയിൻഫുൾ മെമ്മറി ഇൻ ടു എ വർക്ക് ഓഫ് ആർട്ട്, എ റെക്കോർഡ് ഓഫ് എംപതി ആൻഡ് ഹോപ്പ്. സഹാനുഭൂതിയുടെയും പ്രതീക്ഷയുടെയും എന്തെങ്കിലുമൊക്കെ ഒരു ആർട്ടാക്കി മാറ്റണമെന്ന് വിചാരിച്ചു ഈ അവൻ്റെ ആ ഒരു വേദന എന്ന് പറയുന്നത്. It took 10 years for Hilario and her associate Mario Peace to produce the animated film Umbrella, which was the first film they made as a duo. അപ്പോൾ 10 വർഷം എടുത്തിട്ടാണ് ഹിലാരിയോ എന്ത് ചെയ്തത്, ആ ഒരു ഫിലിം, അതും ഒരു ആനിമേറ്റഡ് ഫിലിമായിരുന്നു കേട്ടോ, ഈ ഒരു അംബർല എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം അത് ഉണ്ടാക്കാനായിട്ട്. വിച്ച് വാസ് ദ ഫസ്റ്റ് ഫിലിം ആയിരുന്നു, അതായിരുന്നു അവരുടെ ആദ്യത്തെ ഫിലിം. ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2019. It received an Oscar nomination and went on to win recognition at several film festivals. Recognition എന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗീകാരം, ഒരുപാട് അംഗീകാരങ്ങൾ പല ഫിലിം ഫെസ്റ്റിവലിൽ അവർക്ക് കിട്ടി. അതുമാത്രമല്ല അതിനൊരു ഓസ്കാർ നോമിനേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അംബർല ഈസ് എ ഫിലിം ദാറ്റ് ക്യാൻ ബോത്ത് എൻ്റർടൈൻ ആൻഡ് എൻലൈറ്റൻ ഗ്രോ അപ്സ് ആൻഡ് ചിൽഡ്രൻ അലൈക്ക്. കുട്ടികളെയും വലിയ ആൾക്കാരെയും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ എൻലൈറ്റൻ എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുക, അല്ലെങ്കിൽ അവരിൽ അറിവുണ്ടാക്കുക, അതൊക്കെ ചെയ്യാനായിട്ട് ഈ അംബർല എന്ന് പറഞ്ഞ ഫിലിമിന് പറ്റി. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ലവ് ആൻഡ് ഹോപ്പ്. സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു സിനിമയാണ്. ഇറ്റ് വിൽ കീപ്പ് അവർ ഫെയ്ത്ത് ഇൻ ദ വാല്യൂ ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. മനുഷ്യരുടെ ഉത്തരവാദിത്തങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു കാഴ്ചപ്പാടിലും അതിൻ്റെയൊക്കെ വാല്യൂ എന്താണെന്നുള്ളതും അതുപോലെ
നമുക്ക് അവരിലുള്ള വിശ്വാസങ്ങൾ, ഇറ്റ് വിൽ കീപ്പ് അവർ ഫെയ്ത്ത്, ഇതിലൊക്കെയുള്ള വിശ്വാസങ്ങളും നമ്മൾ ഉണർത്തിയെടുക്കുന്ന ഒന്നാണ് അംബർല എന്ന് പറഞ്ഞ ഫിലിം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ആ അച്ഛൻ്റെ അവസ്ഥ നോക്കുമ്പോൾ അച്ഛൻ എന്താണ് അവസ്ഥ കാരണമാണ് കുട്ടീനെ ഓർഫനേജിൽ ഉപേക്ഷിക്കുകയല്ല ചെയ്ത്, അവൻ അവിടെ നിന്ന് സർവൈവ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, കുട്ടിയാണെങ്കിൽ അച്ഛൻ ആ പോയിരുന്ന അവസാന മൊമെൻ്റ് ഇപ്പോഴും മനസ്സിലാലോചിച്ചിരിക്കുക. എത്ര വലിയ വലിയ ഗിഫ്റ്റ് കിട്ടിയാലും ആ ഗിഫ്റ്റിനേക്കാൾ വലുതാണ് തൻ്റെ ഫാമിലി എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് അവിടെ എനിക്ക് ആ യെല്ലോ അംബർല മതി എന്നുള്ളത് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഉള്ളടക്കം വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വൈ ആർ മെമ്മറീസ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിലെ ഓർമ്മകൾക്ക് ഇത്രയും പ്രാധാന്യമുള്ളത് എന്തുകൊണ്ടാണ്? മെമ്മറീസ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ഹെൽപ്പ് us റിമെമ്പേർഡ് ഹാപ്പി മൊമെൻറ്റ്സ്, ലെസൺസ് ആൻഡ് കണക്റ്റേഴ്സ് ടു പീപ്പിൾ ആൻഡ് ഇവൻറ്റ്സ് വി കെയർ അബൌട്ട്. ഈ ഒരു ഓർമ്മകൾക്ക് ഇത്രയും പ്രാധാന്യമുള്ള കാരണം അതെന്താണ്, നമുക്ക് പല മൊമെൻറ്റ്സും എന്താ പറയുക, ഒരുപാട് ഓർമ്മകൾ അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഓർക്കാൻ പറ്റും, പല പാഠങ്ങളും പഠിക്കാൻ പറ്റും, പല ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ പല സന്ദർഭങ്ങളായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ഓർമ്മകൾ എപ്പോഴും നമ്മുടെ ലൈഫിലുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള ആ ഒരു കളികളും ചിരികളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു അച്ചാച്ചൻ അമ്മമ്മ അവരായിട്ട് നമ്മൾ എന്താ പറയുക മിങ്കിൾ ചെയ്തിരുന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും. പണ്ട് കണ്ടിരുന്ന സിനിമകൾ ഓർമ്മയുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഓർമ്മകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോ പാഠങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. ഹൗ ഡിഡ് ഹെലേന ഹിലാറിയോ ആൻഡ് മാരിയോ പീസ് ഗെറ്റ് ദ ത്രെഡ് ഓഫ് ഫോർ ദ ഫിലിം? അവരുടെ ഫിലിമിനുള്ള ആ ഒരു ത്രെഡ് എവിടെ നിന്നാണ് കിട്ടിയത്? ദ ഗോട്ട് ദ ഐഡിയ ഫോർ ദ ഫീലിങ്സ് ഫ്രം ദ ബോയ്. ആ കുട്ടിയുടെ ആ ഒരു ഫീലിങ്സിൽ നിന്നാണ് അവർക്ക് ആ ഒരു ഫിലിമിനുള്ള ഐഡിയ കിട്ടിയത്. ഹു കെയിം ആസ് എ റെഫ്യൂജി ഹിസ് ഫാദർ ഹാഡ് ലെഫ്റ്റ് ഇൻ ദ ഓർഫനേജ്. അവനൊരു അഭയാർത്ഥിയായിട്ടാണ് വന്നത്, അവനെ അച്ഛൻ ഓർഫനേജിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ആൻഡ് പ്രോമിസ് ടു കം ബാക്ക്. അത് നമ്മൾ എഴുതിയതാണ്, തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും അച്ഛൻ പോയിട്ടുണ്ടാവുക. ഹി ലാസ്റ്റ് സോ ഹിസ് ഫാദർ വിത്ത് യെല്ലോ അംബർല. അച്ഛനെ ആ ഒരു മഞ്ഞ കുടയായിട്ടാണ് അവസാനം ആ കുട്ടി കണ്ടത്. സോ ബോയ്സ് സ്റ്റോറി ഇൻസ്പയർഡ് ദം ടു ക്രിയേറ്റ് ദ ത്രെഡ് ഓഫ് ദർ ഫിലിം. അതുകൊണ്ട് ആ ഒരു ആൺകുട്ടിയുടെ സ്റ്റോറിയാണ് അവർക്കൊരു ത്രെഡ് കിട്ടിയത് ഫിലിം ഉണ്ടാക്കാനായിട്ട്. നെക്സ്റ്റ്, വൈ ഡിഡ് ജോസഫ് ദ യങ് ബോയ് ഫ്രം പാംസ് ഹാവ് എ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് ടു എ യെല്ലോ അംബർല? എന്തുകൊണ്ടാണ് ആ യെല്ലോ അംബർലയോട് ഇത്ര അറ്റാച്ച്മെൻറ്റ് വന്നത്? Joseph had a special attachment to the yellow umbrella because it reminded him of the last time he saw his father. അച്ഛനെ അവസാനമായി കണ്ടത് ഓർക്കുന്നുണ്ട്. അത് ഈ മഞ്ഞ കുട കാരണം. Who used it to protect them from the rain before leaving him at the orphanage. ഓർഫനേജിലെ അവനെ ലീവ് ചെയ്യുന്നതിന് മുമ്പ് അവർ രണ്ടാളും പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ അവനെ ആ ഒരു മഴയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തത് അച്ഛൻ്റെ കയ്യിലുള്ള ഈ കുടയായിരുന്നു. Why did Joseph's father leave him at the orphanage? വാട്ട് ഡസ് ദിസ് ടെൽ us about their situation? എന്തുകൊണ്ടാണ് അച്ഛൻ അവനെ ഓർഫനേജിൽ ഉപേക്ഷിച്ചത്? എന്താണ് അവിടുത്തെ സിറ്റുവേഷനെ പറ്റിയിട്ട് നമ്മളോട് പറയുന്നത്? ജോസഫ്സ് ഫാദർ ലെഫ്റ്റ് ഹിം അറ്റ് ദ ഓർഫനേജ് ബിക്കോസ് ഹി വാസ് ഔട്ട് ഓഫ് വർക്ക് ആൻഡ് couldn't care for him. This shows they were in a difficult, desperate situation where the orphanage was the only hope for Joseph's future. അപ്പോൾ അവർക്ക് ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു കുറേ സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ എന്താ പറയുക, അവനെ സർവൈവ് ചെയ്യാൻ, അവനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട്, അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും അവൻ്റെ ആഗ്രഹങ്ങൾ നടക്കാനും ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടും ഓർഫനേജിൽ ഏൽപ്പിക്കുകയായിരുന്നു അദ്ദേഹം കണ്ട ഏക വഴി. ദിസ് ഷോസ് ദ വേറെ ഡിഫിക്കൽറ്റി. അവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്നുള്ളത് മനസ്സിലായി. ഡിസ്പ്രേറ്റ് സിറ്റുവേഷൻ വേർ ദ ഓർഫനേജ് വാസ് ദ ഓൺലി ഹോപ്പ്. ആ ഒരു ഓർഫനേജ് മാത്രമേ അദ്ദേഹത്തിനൊരു പ്രതീക്ഷയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിലെ ഡിസ്കഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാണ്. ആക്ടിവിറ്റീസ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക്